ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നാട്ടിലൊക്കെ പോയി വന്ന് ഇന്നിപ്പോൾ വർക്കിന് ഇറങ്ങാം കേട്ടോ. ഇന്നിപ്പോൾ സമയം 8:15 ഇന്നലെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. പക്ഷേ ഇന്നാണ് ഓടുന്നത്. ഉമ്മീറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ച് റൂമൊക്കെ എടുത്താണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു രാത്രി ആയപ്പോൾ വന്ന് ഇപ്പം ഇന്ന് ഏതായാലും വർക്കിന് ഇറങ്ങട്ടെ. നമ്മൾ വന്നപ്പോഴത്തേനെ ഇവിടെ വീടിൻ്റെ വഴിയൊക്കെ കട്ടൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്, സൂപ്പറാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ വണ്ടി ഞാൻ മേലെ ഇട്ടിട്ടുള്ളത് ഇന്നലെ രാത്രി വന്നോണ്ടേ വണ്ടി കുറച്ച് കഴിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇന്നലെ എന്തായാലും രാത്രി ആയപ്പോൾ പിന്നെ കഴിക്കണ്ട, ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ നിർത്തി വരുമല്ലോ പണി നിർത്തിയിട്ട്, അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും മേലെയാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. വണ്ടിയിലാകെ ചളി കേട്ടോ. വണ്ടി നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊന്നും കഴിക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഫുള്ള് ഓട്ടായിരുന്നു, അതുകൊണ്ട് നല്ല ചളിയുണ്ട്. ചിലപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് കഴുകും, കാരണം നമ്മളെ താജുദ്ദീൻ വരുന്നുണ്ട്. നമ്മളെ വണ്ടിൻ്റെ മറ്റേ കൂളൻ്റെ എന്തായിപ്പോൾ നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ 2-3 കുറച്ച് ദിവസം ആയാലും നോക്കിയിട്ട് കൂളൻ്റെ നോക്കി നോക്കട്ടെ. ഇത് സംഭവമേ നമ്മളെ കൂളൻ്റെ ലീക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ സാധനം ഇതിലുണ്ട് കണ്ടോ. പക്ഷേങ്കിൽ നമ്മളെ ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൽ നമ്മൾ സെൻട്രലാക്കി വെച്ചാൽ വീണ്ടും ലോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, ഏകദേശം താന്നു. നമ്മളാ നടുവത്തെ വിരൻ്റെ ഒപ്പം എത്തിച്ചതിനകത്ത് അതിപ്പോൾ കുറച്ച് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ലീക്ക് ഉണ്ടോ എന്താ അറിയില്ല. അപ്പോൾ കേസ് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. CNG അന്നേരം നമ്മളെ ഫാൽക്കൺ പമ്പ് നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, കളമശ്ശേരി കണ്ടെയ്നർ റോഡിലത്തെ. അപ്പോൾ അതിലൊരു 3 ഘട്ടം കുറവുണ്ട്. 18 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയത്. ബിയില് 437 ഓടിണ്ട് കേട്ടോ. അത് 0 ആക്കണ്ട. 437 ഉള്ളതേ നമ്മൾ അന്ന് ഇവിടുന്ന് പോയപ്പോൾ ഉള്ളതാണ്, നാട്ടിലേക്ക് പോയപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ചെറിയ ലോക്കൽ ഓട്ടൊക്കെ ഓടി ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇത് മുപ്പത്തടമൊക്കെ പോയിട്ട് ഉമ്മാനിട്ട് അവിടെയുള്ള ആക്കിക്കണം മുപ്പത്തടം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇന്നലെ വന്നിട്ട് ഇപ്പോൾ ഇതുവരെ ഉള്ളതാണ് ആ കിലോമീറ്റർ 437. വല്ലാണ്ടൊന്നും ആയില്ല, എന്നാൽ കുറച്ചാവും ചെയ്തിക്കണം, 500-ന്റെ അടുത്തായല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിമ്മ ആകെ ചളിയും കാര്യങ്ങളാണ്, അപ്പോൾ പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടക്കണം. ഞാൻ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നാട്ടിലേക്ക്, അപ്പോൾ തുടക്കാണ്ട് ഇങ്ങനെ വെച്ചുക. പിന്നെ നമ്മളെ താജുദ്ദീനോടെ വാട്ടർ സർവീസിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കൂട്ടിയിട്ട് അവനിപ്പോൾ പുതിയ റൂം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി ഓരിപ്പോൾ അവിടെ ജനകീയ ഹോട്ടലിൻ്റെ അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടിയുടെ സർവീസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സർവീസിന് ഇട്ടിട്ട് തിരിച്ചു പോവാണ്. ചെക്കന്മാര് ഇവിടെ വന്നാണ്ട് തുടങ്ങിയിട്ടുണ്ട്, പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ട് ആക്കി കൊടുക്കണം ജനകീയൻ്റെ അവിടേക്ക്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ അങ്ങനെ മടിച്ച് നിൽക്കാനും മാറ്റി നിൽക്കാനും. ഇപ്പോൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയല്ലോ, ഇനിയിപ്പോൾ അവിടെ നിന്ന് ബാക്കി ഓടി തുടങ്ങാം. അപ്പോൾ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് അപ്പോൾ ഏതായാലും നമ്മൾ താജുവിൻ്റെ അടുത്തേക്ക് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിന് കോൾഡ് സ്റ്റാർട്ടിങ് കഴിയുമ്പോഴത്തേനേ വണ്ടി ജസ്റ്റ് ഒന്ന് തുടക്കാം. ആകെ ചളിയാണ്. ഈ ഗ്ലാസ് കാണുന്നുണ്ടാവില്ല അല്ലേ. പിന്നെ അവിടെ ലാപ്ടോപ്പും ഉണ്ട്. ഇത് ലാപ്ടോപ്പേ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്, ശരിയാക്കാനുള്ളതാണ്. അപ്പോൾ അത് മൊബൈൽ ഷോപ്പിൽ കൊടുക്കണം. അപ്പോൾ ഇതിനെ ഡിക്കിയിലാക്കണം. കസ്റ്റമർ ഇവിടെ ഇങ്ങനെ കാണുന്നിടത്ത് വെച്ചാലേ എല്ലാ കസ്റ്റമറും ചിലപ്പോൾ ഒരേപോലെ ആവണമെന്നില്ല, ചിലപ്പോൾ സാധനമാണ് പോകും. അപ്പോൾ അങ്ങനെ നമ്മളെ സ്റ്റാർട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞു, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. സീലൊക്കെ ഇവിടെ മടക്കി എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നേരെ അവിടെ ടീ റോഡ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് വണ്ടി ഓടിച്ച് വരട്ടെ. നമ്മളെ ജസ്റ്റ് ഗേറ്റ് തുറന്നിട്ട് റിവേഴ്സ് ഇട്ട് പോയാൽ മതി. പിന്നെ നമ്മളൊരു മടിയനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് നേരെ പോവാ. മറ്റേ ഇപ്പോൾ ഇനി ഇറങ്ങണം, ഗേറ്റ് തുറക്കണം, വണ്ടി ഓടിക്കണം, അത് കഴിഞ്ഞിട്ട് ഗേറ്റ് പിന്നെ അടക്കണം, കുറേ റിസ്ക്കാണ്. ആ സമയം കൊണ്ട് ഇവിടെ പോയിട്ട് ഓടിച്ച് പോരാ. ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മളെ മെയിൻ റോഡിൽ കൂടി പോയിട്ട് സ്റ്റുഡിയോൻ്റെ അവിടേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. നമ്മൾ ഇതിൽ കൂടി തന്നെ പോവാം. ഇതിൽ കൂടി ആകുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട് അവിടെ പോവാം. അങ്ങനെ വണ്ടി ഓടിച്ചിട്ടോ. 2 ഹിന്ദിക്കാർ വരുന്നുണ്ട്, പണിക്ക് പോകാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നിട്ട് ഓടിക്കലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല, ഓടിച്ചുകൊണ്ട് കേൾക്കാരം. ഏതായാലും പോട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 200-300 മീറ്റർ കൂടി പോയാൽ നമ്മളെ ടവർ ഓഫ് ഫെയ്ത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള വാട്ടർ സർവീസിലാട്ടോ അവർ വന്നിട്ടുള്ളത്. അവിടെ 350 റുപ്യം തോന്നുന്നുണ്ട് ഫുൾ സർവീസിന്. സ്റ്റാൻഡുമ്പോൾ പിടിച്ച് കയറ്റിയിട്ട് അടിച്ചു തരും. അപ്പോൾ അത് കാണുന്ന നമ്മളെ ടവർ ഓഫ് ഫെയ്ത്ത്. ഇവിടെ പുതിയ ഷട്ടിൽ കോർട്ടിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വാട്ടർ സർവീസ്, കാർ വാഷ്. ഇന്നത്തെ കൈനീട്ട ട്രിപ്പ് താജു ആണെന്നാണ് കേട്ടത്. താജുദ്ദീനോടെ ഉണ്ട്, താജുദ്ദീൻ്റെ ഫ്രണ്ടും. അപ്പൊ അങ്ങനെ നമ്മളെ ചെക്കൻ്റെ വണ്ടി കഴിഞ്ഞിട്ടോ. സമയം 9:15 അപ്പൊ അത് പിന്നെ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു, തിരക്കില്ലാത്തോണ്ട്. അപ്പൊ പിന്നെ ഞാൻ വണ്ടി തന്നെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ആ കയ്യോളം അവിടെ നിന്ന് ഇപ്പൊ പരിപാടികൾ കഴിഞ്ഞ് ഇനിയിപ്പോ ഞങ്ങളിങ്ങനെ നേരെ ജനകീയ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ചായ അടിക്കണം. അപ്പൊ എല്ലാവരും കൂടെ അവിടെ നിന്ന് ചായ അടിച്ചിട്ട് വർക്ക് തുടങ്ങാന്ന് വിചാരിച്ച്. അപ്പൊ ഏതായാലും പോയോക്കട്ടെ. ആ വണ്ടിന്റെ ഈ റൈറ്റ് സൈഡത്തെ ലാസ്റ്റ് ടയറിന് കാറ്റില്ല, പഞ്ചറാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് പമ്പിന്ന് എയർ അടിക്കണം. നമ്മളെ വണ്ടിക്കും വേണമെന്ന് അടിക്കാം, കുറച്ച് സ്ഥലപ്പോ കാറ്റടിച്ചിട്ട്. അപ്പൊ കാറ്റടിക്കട്ടെ. CNG ഇപ്പൊ വണ്ടിയിലുണ്ട്. നമ്മളിപ്പോ ഇവിടെ റൂമിന്റെ അവിടെ ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. 10:42 ഇപ്പൊ സമയം. അപ്പൊ ഞാനിപ്പോ ഊബർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, ഊബറും എല്ലാം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൺ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളെ താജുവിന്റെ പഴയ റൂമിന്റെ അവിടെ നിന്ന്.
അപ്പോൾ ഞാൻ ഓൺ മൈ വേ എന്നൊക്കെ ഇട്ടിക്കണം. അപ്പോൾ ഓക്കെ എന്ന് ഇട്ടിക്കണം. ആള് ഒരു മുഹമ്മദ് ആട്ടോ കസ്റ്റമർ പേര്. ജസ്റ്റ് ഒരു 12 കിലോമീറ്റർ തോന്നുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യാനുള്ളത്. 223 രൂപയുടെ ട്രിപ്പാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് റൂമിൽ നിന്ന് ഇറങ്ങണത്. ഒന്നാമത്തെ ജസ്റ്റ് ചായ അടിച്ചാണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോകുന്നു. എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബാത്റൂമിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ വേഗം റൂമിലേക്ക് തന്നെ പോകുന്നത്. നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് നമ്മളെ ഇത് വൈറ്റില ഫ്ലൈ ഓവറാണ്. വൈറ്റില ഇതിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു, ഫ്ലൈ ഓവറിന്റെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമറിന്റെ അടുത്ത് തന്നെ നമുക്ക് ഊബറിനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഊബറിനെതിരെ അല്ല, ഊബറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ. സോ ഇവിടെ സിഗ്നൽ റെഡ് കത്തി. നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നമ്മളെ വൈറ്റില മെട്രോന്റെ അവിടുന്ന് ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു രാജ്യത്ത്. ഇത് എന്ത് സംഭവം ചോദിച്ചാല്, ഒരാൾ ഇതിന് മുമ്പ് ട്രിപ്പ് എടുത്തുക്കണം, അക്സെപ്റ്റ് ചെയ്തിട്ട് വരുന്നുമില്ല, ക്യാൻസൽ ചെയ്യണമില്ല, മെസ്സേജ് അയക്കണമില്ല, ഒന്നുമില്ല. അപ്പൊ എന്നോട് അയാളെ പറ്റി ഇങ്ങനെ കുറെ ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മോശമല്ലേ. പിന്നെ നമ്മള് 10:50 എത്തണ്ട, അപ്പൊ 11:15 ഇവിടെ എത്തിയത്. അപ്പൊ ഇങ്ങനെ കുറെ അർജന്റ് ഉള്ള ആൾക്കാരുണ്ടാവില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ അത് കളഞ്ഞൂടെ. ഇത് ഇയാള് കളയണമില്ല, വണ്ടി നീങ്ങണില്ല, മെസ്സേജ് അയക്കണില്ല, ഒന്നുമില്ല. അതിന്റെ ഇടയിൽ നമുക്കൊരു സുഖം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ബ്രോ കാട്ടിയില്ല, വണ്ടി വരുന്നതിന് മുമ്പേ ഓൺ ദ വേ ടു, അങ്ങനെ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താന്നോ മറ്റേ ഈ ക്യാൻസലേഷൻ റേറ്റ് ഒക്കെ പേടിച്ചിട്ടായിരിക്കും. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രൊഫൈൽ ഇങ്ങനെ റേറ്റിംഗ് ഉണ്ട്, വലിയ വിഷയമൊന്നുമില്ല. ചിലപോലെ എന്താന്നോ ഈ പ്രൊഫൈല് വലിയ കാര്യത്തിലാക്കി എടുത്തിട്ടുണ്ടാവും. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. കാരണം അക്സെപ്റ്റ് റേറ്റ് മറ്റേ 100 ആക്കാൻ നോക്കുക, ക്യാൻസലേഷൻ റേറ്റ് 0 ആക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു നോക്കിക്കൊണ്ട് പോകലായിരുന്നു എന്റെ പരിപാടി ആദ്യം. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കൂല. അതെന്താ വെച്ചാല് ഇപ്പൊ ഇഷ്ടം പോലെ ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സർജാണ് എപ്പോഴും. അപ്പൊ വണ്ടികളില്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല, ഇപ്പൊ കുറെ സീസൺ ആയതുകൊണ്ട് കുറെ വണ്ടികൾ ഇന്റർസിറ്റിയിൽ പോയിട്ടുണ്ടാവും, മൂന്നാറും മറ്റോടത്തൊക്കെ ആയിട്ട്. അപ്പൊ അത് എല്ലാ വർഷത്തിലും ഒരു സംഭവം ഉണ്ടാവുന്നതാണ്. ഒരു വട്ടം നല്ല ഓട്ടം ഉണ്ടാവും, പിന്നെ കുറച്ച് ഓട്ടം കുറയും, പിന്നെ തീരെ ഓട്ടം ഇല്ലാത്തൊരു സമയം ഉണ്ടാവലുണ്ട് കൊല്ലത്തില്. അപ്പൊ ഇപ്പൊ ഓട്ടമുള്ള സമയമായിരിക്കും സീസണിന്റെ ടൈമില്. അപ്പൊ എന്താ വെച്ചാല് 5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുനിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പിക്കപ്പ് വരും. അത് പിക്കപ്പിന് നമുക്ക് പൈസ അല്ലല്ലോ, നഷ്ടമാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ എടുക്കാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയും. എപ്പോ റേറ്റിംഗ് നോക്കിയിട്ട് യാതൊരു കാര്യമല്ല. കാരണം നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കും നഷ്ടം തന്നെയാണ്. കാരണം എന്താ വെച്ചാല് അത് ചിലപ്പോ ഇവരും ചില കസ്റ്റമർ വാശിക്ക് വെക്കും. കാരണം ഇവിടെ ഇപ്പൊ 3-4 പ്ലാറ്റ്ഫോം ഉണ്ട്, റാപ്പിഡോ ഉണ്ട്, യാത്രയുണ്ട്. അപ്പൊ ഇവര് എഴുതും, നമ്മളെ പറ്റിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കും അറിയാലോ കടയിൽ എഴുതിയിട്ട് അവരെന്ത് ചെയ്യും, റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് അവര് പോകും. അപ്പൊ അവർ ക്യാൻസൽ ചെയ്യില്ല. ക്യാൻസൽ ചെയ്യാതെ കഴിഞ്ഞാല് ഒരു ട്രിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ട്രിപ്പ് അടിക്കൂലല്ലോ. അപ്പൊ പിന്നെ നമ്മളെ ട്രിപ്പ് പോകും. ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2000 രൂപേന്റെ ട്രിപ്പ് അടിക്കും, ചിലപ്പോൾ എയർപോർട്ട് അടിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ കളയണതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്റെ റേറ്റിംഗ് കണ്ടോ, ഞാൻ ഈ പറയുന്ന പോലെ നല്ല റേറ്റിംഗ് നോക്കി കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. ഇപ്പൊ നമ്മളെ പ്രൊഫൈലയുടെ ഇവിടെ ഇതിലുണ്ടോ 98. ഇത് അവർ ഇടുന്ന റേറ്റിംഗ് ആണ്, കസ്റ്റമർ ഇടുന്നത്. ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ളത് ക്യാൻസലേഷൻ റേറ്റ് 23 അക്സെപ്റ്റ് റേറ്റ് 93. 4632 ട്രിപ്പ് എടുത്തു ഞാൻ. 3 വർഷം 2 മാസമാണ് ഇതിൽ കാണിക്കണേ. അപ്പൊ ഇതുണ്ടോ 23 ക്യാൻസലേഷനാ. അപ്പൊ അങ്ങനെയാണ് ഇപ്പത്തെ കാര്യങ്ങള്. ഇനിയിപ്പോ അക്സെപ്റ്റ് റേറ്റ് നോക്കിയിട്ട് അക്സെപ്റ്റ് റേറ്റ് എന്താണ് അതിന്റെ പ്രശ്നം നമുക്ക് അറിയില്ല. എനിക്ക് തോന്നണത് അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. ചിലവര് പറയേണ്ട അതിൽ കാര്യമില്ല എന്നൊക്കെ. എനിക്കും അതാണ് ഇടയ്ക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഊബറിന് ഇപ്പൊ അതന്നെയല്ലേ വേണ്ടത്, ഒരു ട്രിപ്പ് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടാൻ വേണ്ടത്, ബിസിനസ് അല്ലേ. അപ്പൊ അവര് ചിലപ്പോ ഈ റേറ്റിംഗ് ഇപ്പൊ അടുത്ത് കസ്റ്റമറിന്റെ അടുത്തൊരു 100 മീറ്ററുള്ള ഒരു വണ്ടി ഉണ്ട്, അതിന് തീരെ റേറ്റിംഗ് ഇല്ല. 5 കിലോമീറ്റർ അപ്പുറത്താണ് റേറ്റിംഗ് ഇല്ല വണ്ടി വെച്ചാൽ 5 കിലോമീറ്ററിന് കൊടുക്കുമ്പോൾ കസ്റ്റമറിന് അത്രയും ഡിലേ വരും. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അടുത്തുള്ള വണ്ടിക്ക് തന്നെ ആയിരിക്കും ഊബർ പ്രിഫർ ചെയ്യുക. അതന്നെ ആയിരിക്കും. അപ്പൊ റേറ്റിംഗിൽ വലിയ കാര്യം ഉണ്ടാവില്ലായിരിക്കും. ഇപ്പൊ നാളിന്റെ വണ്ടിയിൽ ഒരു കസ്റ്റമർ കയറി, ഊബർ ഓടുന്ന ഒരാൾ തന്നെ ആയിരുന്നു, ചേട്ടനാ, കുറെ വർഷങ്ങളായിട്ട് ഊബറിലുണ്ട്. അപ്പൊ ആളിനോട് പറഞ്ഞു, അയാളെ റേറ്റിംഗ് കാട്ടി തന്നു, നല്ലോണം കുറവാ റേറ്റിംഗ് ഒക്കെ. ഞാൻ അത് നോക്കലില്ല, കാരണം ഇതൊക്കെ അവരോടൊരു തട്ടിപ്പാണ്, നമ്മളെല്ലാ ട്രിപ്പ് എടുത്ത് ഓടാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്കും തോന്നണത്. കാരണം അടുത്തുള്ള വണ്ടിക്ക് ഊബർ എന്തായാലും ട്രിപ്പ് കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ചില സമയത്ത് കാണാൻ നമുക്ക് ലോങ് പിക്കപ്പിൽ ട്രിപ്പ് അടിക്കും, എന്നാൽ കസ്റ്റമർ അടുത്ത് എത്താൻ നേരത്ത് വേറെ വണ്ടികൾ ഉണ്ടാവലും ഉണ്ട്. അതെന്താ സംഭവം എന്ന് അറിയില്ല, ഞാൻ റേറ്റിംഗ് നോക്കിയിട്ടാണ് എന്താ അറിയില്ല. അങ്ങനെ നമ്മളെ 3ാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇത് നമ്മളെ തേവരയിലുള്ളൊരു ഫ്ലാറ്റിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. മറ്റേ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു അടുത്ത ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. 3 ട്രിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇത് 155 രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ. അതിന്റെ മുമ്പത്തെ 126 രൂപയായിരുന്നു. ജസ്റ്റ് ഞാനേ നമ്മളെ തേവര സിഗ്നലാട്ടോ ബാക്കിലുള്ളത്, അവിടെ എത്തിയപ്പോ കറക്റ്റ് ഓക്കെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഊബറില്. അപ്പൊ നേരെ അത് ബാക്കിൽ തന്നെയാണ്, നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അവിടെ തന്നെയാണ് പിക്കപ്പ് കിടക്കണേ. ഡ്രോപ്പ് ചെയ്തതിന്റെ കുറച്ചപ്പുറത്താണ്, വേറെ സ്ഥലത്താണ്. അപ്പൊ വേഗം വണ്ടി ഓടിച്ചു, സിഗ്നൽ അപ്പൊ കറക്റ്റാണ് ഓപ്പൺ ആയി. ഞാൻ വേഗം റൈറ്റ് എടുത്തിട്ട് ഓടിച്ചെടുത്തു.
നമുക്ക് ചെറിയൊരു പണി കിട്ടി. ഈ റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ റൈറ്റിക്കും ലെഫ്റ്റിക്കും ചെറിയ റോഡ് ഉണ്ട്, പക്ഷെ അവിടെ വണ്ടി പോകൂല. ഞാൻ ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പ്ലീസ് ടേക്ക് തേവര കോളനി ഫസ്റ്റ് ലെഫ്റ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് പോയിട്ട് ഇവിടുന്നുണ്ടോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണല്ലോ ഫസ്റ്റ് ലെഫ്റ്റ്. ഞാൻ അതേറ്റാണ് പറയുന്നത് വിചാരിച്ചിട്ട്, മറ്റേത് ചെറിയ റോഡാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് എടുത്ത്. അപ്പോൾ ഇതാണ് ചെറിയ റോഡ്. അപ്പോൾ ഞാൻ മറ്റേ വഴിക്കാനെ പോവാം. അപ്പൊ ഇനി കുറച്ച് റിവേഴ്സ് ഇടണം, ഇവിടെ നിന്ന് ഒടിക്കലൊന്നും നടക്കൂല. കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ റിവേഴ്സ് ഇട്ട് പോകണം. അങ്ങനെ നമ്മള് ഫൈനലി നമ്മള് പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ആള് പിൻ നമ്പർ പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് പിൻ നമ്പർ അടിച്ചു. ആളിവിടെ നമ്മളെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഒരാളിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ അറിയാണ്ട് പിൻ നമ്പർ ഫുൾ ആയിട്ട് അടിക്കണ്ടിയില്ല. അത് വെയിറ്റിംഗിലാണ്, വെയിറ്റിംഗിന്റെ റേറ്റ് ഇനി കിട്ടൂല. അപ്പൊ ഇനി നോക്കിയിട്ട് കാര്യമല്ല, എന്തായാലും ചിലപ്പോ പെട്ടെന്ന് വരുമായിരിക്കും. ഇനിയിപ്പോ വെയിറ്റ് ചെയ്യാല്ല. അപ്പൊ എന്താ, അങ്ങനെ നമ്മള് ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് പള്ളിമുക്കുള്ള. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മളോട് ഒരു സെൽഫി ഒക്കെ ചോദിക്കുന്നുണ്ട് ഊബർ. ഓക്കെ, അപ്പൊ നമ്മളെ സെൽഫി കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സെൽഫി ചോദിക്കണ്ട, എന്താണ് സംഭവം എന്നാവും. ഇതിന് 105 രൂപ കേട്ടോ ക്യാഷ് കളക്ട് ചെയ്തത്. നമുക്കതിന് 120 രൂപ കിട്ടിയിട്ടുണ്ട്. ബാക്കി അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് 141 രൂപയുടെ. 0 പിക്കപ്പാണ് കണ്ടത്. എനിക്ക് തോന്നുന്നത് മെഡിക്കൽ ട്രസ്റ്റ് തന്നെ ആയിരിക്കും. ഇവിടെ ഇപ്പൊ അതിന് കുറെ മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് ഒന്നുണ്ട്, ഇത് റോഡ് മുറിച്ചിട്ട് അപ്പുറത്ത് ഒന്നുണ്ട്, അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട്. അപ്പൊ ഇത് എവിടുന്നാണ്? മെഡിക്കൽ ട്രസ്റ്റ് തന്നെയാണ് ട്രിപ്പ് അടിച്ചിരിക്കുന്നത്, മോഡൽ മെഡി ഡയഗ്നോസ്റ്റിക്കോ. ഈ ട്രിപ്പേ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയട്ടോ. അത് കിൻസി എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ ആണ്. ആ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടോ. അത് മെഡിക്കൽ ട്രസ്റ്റ് ആണ് പിക്കപ്പ് കാണുന്നത്. ഒരു കലൂരിലേക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് എടുക്കാൻ നോക്കട്ടെ. അപ്പൊ അത് മറ്റേ മെഡിക്കൽ ട്രസ്റ്റ് ആണ് പിക്കപ്പ് കിടക്കുന്നത്, മേലെ ഊബറിന്റെ ലൊക്കേഷനിൽ കാണിക്കുന്നത്. പക്ഷെങ്കിൽ അത് ആ ഭാഗത്തേക്ക് അതിൽ കൊടുത്ത ലൊക്കേഷനിൽ മെഡിക്കൽ ട്രസ്റ്റ് ഇല്ല. അപ്പൊ അത് ഞാൻ എന്തായാലും അത് ഇനി വള്ളിയാവും. ഇനിയിപ്പോ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിക്കുമ്പോൾ പറയാം അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു നെട്ടൂർക്ക് 8 കിലോമീറ്റർ. സർജന എന്നാണ് കേട്ടോ പേര്. ഇതും ഏകദേശം ഇതിന്റെ അടുത്ത് തന്നെയാണ് പിക്കപ്പ് കാണുന്നത്. അപ്പൊ സർജനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ഞാനിപ്പോ ഇവിടെ നമ്മള് എടക്കൊച്ചി ഭാഗത്താട്ടോ, കണ്ണങ്കാട്ട് പാലം ഇറങ്ങി വരുന്ന ഒരു ഏരിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മറ്റേ ട്രിപ്പുകൾക്ക് ശേഷം നമ്മളൊരു 3-4 ട്രിപ്പും കൂടി ലാസ്റ്റ് ഓടി. അതിലിപ്പോ ലാസ്റ്റത്തെ ട്രിപ്പ് റാപ്പിഡോറാണ് അടിച്ചത്. 176 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ചു പോയാലേ നമ്മളെ കണ്ണങ്കാട്ട് പാലത്തേക്ക് കയറുന്ന റോഡ് പോകുമ്പോ അവിടെ ഒരു ബോസേട്ടന്റെ ഒരു ഊണിന്റെ ഒരു വീട്ടിലെ ഊണുണ്ട്. എന്നാള് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഫുഡ് ആയിക്കോട്ടെ. ഇപ്പൊ കൊണ്ടുവന്ന കസ്റ്റമറേ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ഇങ്ങനെ കമ്പനി അടിച്ച് പോകുന്നു. അപ്പൊ ഇവിടെ എത്തിപ്പോ അപ്പൊ പോട്ടെ പേടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താല് ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതായാലും ഫുഡ് കഴിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ബോസേട്ടന്റെ വീട്ടിലെ ഊണുണ്ട് അവിടെ. ഞാൻ നാളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അപ്പൊ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം, നല്ല അടിപൊളി ഫുഡാ. ഏതായാലും ഇപ്പൊ നമ്മളെ ഊബർ ഞാൻ ഓഫ് ആക്കിയിട്ടാണല്ലോ പോകുന്നത്. റാപ്പിഡോ അല്ലേ ലാസ്റ്റ് നമ്മൾ ഓടിയത്. അപ്പൊ ഇനിയിപ്പോ ട്രിപ്പ് അടിക്കൂല. അപ്പൊ ഇനി റാപ്പിഡോയില് എപ്പോഴേലേക്ക് ട്രിപ്പ് അടിക്കുള്ളൂ. ഈ റോഡ് കണ്ടോ, ഈ റോഡ് ഇപ്പൊ ബസ് വരുന്നത് നോ എൻട്രി ആണ്, ഇങ്ങോട്ട് നോ എൻട്രി ആണ്. അപ്പൊ ഇത് ഈ സമയത്തൊന്നും വലിയ വിഷയമല്ല. റോഡ് അത്യാവശ്യം 2 വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇത് അവിടുന്ന് കയറുമ്പോ തന്നെ 1 വേന്റെ ബോർഡ് ഉണ്ട്, നോ എൻട്രി. ഇതിന്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഒരു റോഡ് ഉണ്ട്, അതിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് റൈറ്റ് വഴി പോവാം, ചിലപ്പോ അവിടെ പോലീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാനിതുവഴി നോ എൻട്രി കൂടി ഇങ്ങോട്ട് കയറി പോന്നിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് വന്നിട്ടൊക്കെ ഉണ്ട്. അത് എനിക്ക് ഇതുവരെ പോലീസിനെ കിട്ടിയില്ല. അപ്പൊ അവര് പറഞ്ഞു ഈ സെൻട്രൽ ഭാഗത്തൂടെയൊക്കെ ഇടക്ക് പോലീസുമാരിങ്ങനെ ഒളിച്ചു നിൽക്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെന്തോ ഭാഗ്യത്തിന് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ പോണത് കറക്റ്റ് റൂട്ടാട്ടോ, ഇങ്ങോട്ടാണ് നോ എൻട്രി ഉള്ളത്. അപ്പോ നമുക്ക് ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ നോ എൻട്രിന്റെ ബോർഡ് ഉണ്ടല്ലോ, അവിടുന്ന് നമുക്ക് ജസ്റ്റ് റൈറ്റ് കയറിയിട്ട് ആ മറ്റേ റോഡ് പോകുമ്പോഴാണ് ഈ ബോസേട്ടന്റെ വീട്ടിലെ ഊണുള്ളത്. അപ്പൊ ഏതായാലും നോ എൻട്രിന്റെ ബോർഡ് എത്തട്ടെ. അപ്പോ ഈ മഞ്ഞമതിലിനോട് ചേർന്നിട്ടാട്ടോ നമ്മളെ റൈറ്റ് തിരിയേണ്ടത് നോ എൻട്രി. ഈ പോസ്റ്റ്മാൻ നോ എൻട്രിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ കുറച്ച് പോരുമ്പോ ബോസേട്ടിന്റെ വീട്ടിലെ ഊണ് ഇതുണ്ടോ. ഈ റോഡ് വഴിയാണ് പോകേണ്ടത്. റോഡല്ല, ചെറിയൊരു വഴിയാണ്. അപ്പൊ അവിടെ അത്യാവശ്യം തിരക്കുകളുണ്ട്, വണ്ടികള് ബൈക്കുകളാണ് കൂടുതൽ. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞാല് വണ്ടി ഇടാൻ സ്ഥലമുണ്ട്. ഞാൻ ഈ ഇതുണ്ടോ പഴം കൊടുന്ന വണ്ടി ഇവിടെയാണ് നാളെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അവിടെ ഒരു ചെറിയൊരു തണല് കാണുന്നുണ്ട്. അപ്പൊ പോയിട്ട് ഫുഡ് ആയിക്കോട്ടെ, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. ഞാനിപ്പോ ഒരു 10-15 മിനിറ്റ് ഊബർ ഓൺ ആക്കിയിട്ട് ഒരു 2 മാച്ച് വന്നു. ആദ്യത്തെ മാച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തപ്പോ കിട്ടി.
അത് 2 കിലോമീറ്റർ ആണ് വന്നപ്പോ ഉണ്ടായിരുന്നു പിക്കപ്പ്, പിന്നെ 4 കിലോമീറ്റർ ആയി. നമ്മളെ തേവര ഫെറിന്റെ അവിടെ നിന്നായിരുന്നു. അപ്പൊ ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു മാച്ച് വന്നു, ഞാൻ എടുത്തില്ല. പിന്നെ അടുത്തത് ഒരു ട്രിപ്പായിട്ട് വന്നപ്പോ അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 13 കിലോമീറ്റർ എത്രയേ ഉള്ളൂ ഡ്രോപ്പ്. കലൂരിന്റെ അവിടേക്കാണ് 260 അങ്ങനെ എന്തോ ഒരു റേറ്റ് ഉണ്ടോ. അപ്പൊ അതിപ്പോ നമ്മള് ഈ റോഡ് നേരെ പോയിട്ട് ലെഫ്റ്റിക്ക് അരൂര് ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്നാണ് പിക്കപ്പ് ഉള്ളത്. 2.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ബോസേട്ടന്റെ ചോറേ ഒന്നും കൂടി ഇങ്ങോട്ട് അപ്ഗ്രേഡ് ആയിട്ട് അടിപൊളി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പാകത്തെ വേവും. അവിടെ ഒരു കറോത്തിന്റെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ പയറുതോരനും, പിന്നെ ചെമ്മീനും തേങ്ങയൊക്കെ പാടിട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കക്ക ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ വരാല് ഒരു ചെറിയ ഫ്രൈ പീസും ഉണ്ടാവും. വരാലിന്റെ തന്നെ ഒരു മീൻ കറി ഉണ്ട്, അതിലും ഉണ്ട് ഒരു ചെറിയ പീസ്. അപ്പൊ ഇങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് സാധനം വരിക. അവിടെ ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ പോയി കയ്യാക്കി പോയിരുന്നാല് ഈ ഒരു കോംബോ ആയിട്ടാണ് കൊടുന്നേരും. അല്ല ചെമ്മീന്റെ ഞാൻ ഒന്നും കൂടി അഡീഷണൽ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ ചെറിയ ചെറിയ പ്ലേറ്റുകളായിരിക്കും, പക്ഷെങ്കിൽ ഇത്രയും കൂട്ടാനുണ്ട്. അപ്പൊ ചെമ്മീന് എക്സ്ട്രാ 120 രൂപയാണ്. അപ്പൊ 120 രൂപ. ആ കോംബോക്ക് 100 രൂപ കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഒന്നും കൂടിയും കൂട്ടാനുകളൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. എത്ര കൂട്ടാനുണ്ടായിരുന്നില്ലോ ഉണ്ടോ. അച്ചാറാണെങ്കിലും ഒക്കെ അടിപൊളി രസമുണ്ട്. അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വീഡിയോയിൽ വന്നിട്ടുണ്ടാവും. ഈ ഹോട്ടലല്ല, ഒരു വീട്ടിലാണ്. അപ്പൊ അതായിരിക്കും ഇത്ര ഒരാള്. കാരണം ഒരു ചെറിയൊരു വഴിയിലാണ് ആ വീടുള്ളത്. അപ്പൊ അവിടേക്ക് ഇത്രയും ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആരെങ്കിലും ഇട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഏതായാലും ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡ്. ഈ അതുകൂടെ കാലിൽ പോകണ്ടെങ്കിൽ കഴിച്ചു നോക്കി. നല്ല നമ്മള് കൊടുക്കണ പൈസക്കുള്ള മുതലായാലുണ്ട് 100 രൂപക്ക്. അപ്പൊ ഇനിയൊരു 3 മിനിറ്റും കൂടി ഉണ്ട്. 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിക്കപ്പിന്. അപ്പൊ നമ്മളെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഗേറ്റ് തുറന്നിരുന്നുണ്ട്. ആള് ഇവിടെ കാണാനില്ല കേട്ടോ. കസ്റ്റമറെ ഒന്ന് വിളിച്ചോക്കട്ടെ. ഇനി ഫ്രണ്ടിലൊരു ചേച്ചി നിൽക്കുന്നുണ്ട്, അതാണോ അറിയില്ല. നമ്മളിപ്പോ ഇവിടെ കറുകപ്പള്ളി ഭാഗത്താട്ടോ. അതിനുശേഷം നമ്മള് 3 ട്രിപ്പാണ് ടോട്ടൽ ഓടിയത് ഫുഡ് കഴിച്ചതിന് ശേഷം. ഒന്ന് നമ്മള് ഫസ്റ്റ് കിട്ടിയത് കലൂരിലുള്ളത്. നമ്മളെ കലൂര് ചൊവ്വാഴ്ച നടക്കുന്ന പള്ളി ഉണ്ടല്ലോ, അവിടേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് 330 രൂപയാണ് കിട്ടിയത്. ആ ട്രിപ്പിന് 340 ആട്ടോ ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത്. ഇതെടുക്ക നയരമ്പലം 20 കിലോമീറ്റർ 310. അടുത്ത മറൈൻ ഡ്രൈവ്ക്ക് 151. അപ്പൊ മറ്റേത് 340 രൂപ കിട്ടി ടോട്ടല്. അതിൽ 230 നമുക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോ തന്നെ നമുക്കൊരു 129ന്റെ ക്യാഷ് കളക്ട് ഉള്ള 97 രൂപ നമുക്ക് കിട്ടുന്ന ഒരു ട്രിപ്പ് ലിസി ഹോസ്പിറ്റലിൽ അവിടേക്ക്. അത് ഡ്രോപ്പ് ചെയ്ത ഉടനെ, ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ മുമ്പേ യാത്രയിലോ ട്രിപ്പ് അടിച്ചു. അത് ഈ ഒരു വീട്ടിലേക്കായിരുന്നു കേട്ടോ. നമ്മളെ കറുകപ്പള്ളി ഭാഗത്താണ്. അപ്പൊ ഞാൻ ഏതായാലേ നിർത്താനുള്ള പ്ലാനിലാണ്. അപ്പൊ ഞാൻ റൂമിന്റെ അടുക്ക ഡെസ്റ്റിനേഷൻ ഇപ്പൊ എടപ്പള്ളിക്ക് ഡെസ്റ്റിനേഷൻ മൊബൈൽ ഷോപ്പൊക്കെ ഒന്ന് പോകണം. നമ്മളെ ലാപ്ടോപ്പ് ഒന്ന് കൊടുക്കണല്ലോ ശരിയാക്കാൻ. അപ്പൊ ഇനി അതിങ്ങനെ സീറ്റിൽ വെക്കേണ്ട ഡേഞ്ചർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് വെക്കണം, ബാക്കിലല്ലേ. അപ്പൊ ആരെയൊക്കെ ചാമ്പ്യാരേ പോവും. അപ്പൊ ഞാൻ അത് കൊണ്ടേ കൊടുക്കണം. അപ്പൊ ഏതായാലും ഇപ്പൊ ഒരു 5 മണിയൊക്കെ ആകുമ്പോ നിർത്താൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 4:15 ഇപ്പൊ സമയം. അപ്പൊ ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കുമ്പോ ആവുന്നില്ല. അപ്പൊ ഞാൻ വെല്ലം ഇങ്ങനെ നീങ്ങി നോക്കട്ടെ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ മൊബൈൽ ഷോപ്പിലേക്ക്. അപ്പൊ കറക്റ്റ് എടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഒന്നും ഇട്ടിട്ടില്ല. ഒരു സഫ്ന 130 രൂപയല്ലേ കണ്ടത്. അതിലൊരു 120 കിട്ടുമായിരിക്കും. ഇതിപ്പോ ഇവിടുന്ന് പൂനക്കലോ. ഓക്കെ, വണ്ടി ഓടിച്ചേതായാലും നന്നായി. നമ്മളെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. ഇത് വയ്യാട്ടോ ഞാൻ പോകാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ BTS റോഡുണ്ടോ. അപ്പൊ അതും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകണം. അപ്പൊ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാതെ തന്നെ ഊബർ ട്രിപ്പ് വന്നിട്ടുണ്ട് എടപ്പള്ളിക്ക്. നേതാജ് നഗർ എടപ്പള്ളി എന്നൊക്കെ കണ്ടുക്കണം. എടപ്പള്ളിന്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്കായിരിക്കും. എന്നാലും കുഴപ്പമില്ല. 4 കിലോമീറ്ററിന് ഒരു 130 രൂപയോളം കണ്ടല്ലോ. അപ്പൊ ഏതായാലും പോയിട്ടേ നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് സഫ്നാനെ പോയിട്ട് പിക്ക് കേട്ടോ. സഫ്നയും തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡ്രോപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മുടെ ലുലു മാളിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പോയിരുന്ന വഴിക്ക് ഊബർ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നും ഇല്ല. അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ ഊബർ നോക്കി നിൽക്കുന്നുണ്ട്, കുറെ ചേച്ചിമാര്. അപ്പൊ ഇപ്പൊ ഓഫ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ട്രിപ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിരുന്ന വഴിക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്ത് കുറച്ച് വന്നപ്പോ തന്നെ ഊബർ ഓഫ് ചെയ്ത്. അപ്പൊ അങ്ങനെ നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ. അപ്പൊ ഇനി ഏതായാലും 2 പുള്ളി CNG ഉള്ളു. അപ്പൊ ഇനി CNG അടിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മളെ പത്തരിപ്പാലം പമ്പിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ CNGയിൽ നമ്മള് 127 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അതിൽ 2 അട്ടിമ്പാടെ ബാലൻസ് ഉണ്ട്. അങ്ങനെ നമ്മള് CNG അടിച്ചിട്ടോ. 573 രൂപ കേട്ടോ CNG അടിച്ചത്. അപ്പൊ കഴിഞ്ഞ കിലോമീറ്റർ 0 ആക്കട്ടെ. ഫുൾ ടാങ്ക് CNG കയറിയുണ്ട്. 2 പുള്ളി മറ്റേ പെട്രോളും ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് കാറ്റടിക്കട്ടെ. കാറ്റടിച്ചിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ കേസ് ഒരു 6:11 ആയപ്പോ നമ്മള് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. വണ്ടി കഴുകണം, നല്ല ചളി ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് എന്തായാലും നേരത്തെ നിർത്തിക്കണം. അപ്പൊ പിന്നെ ആ പരിപാടി നടക്കട്ടെ. ഇത് നമ്മളിവിടുത്തെ കൃഷി ആട്ടോ. നമ്മളെ അയൽവാസി ഉണ്ടാക്കിയ കൃഷികളാണ്. തക്കാളി, കുരുമുളക് ഉണ്ട്. പിന്നെ ഇത് 2 സ്ട്രോബെറി ആണ്. ഇത് സ്ട്രോബെറി തന്നെ, 2 സ്ട്രോബെറി ആണ്. കായ ഉണ്ടായിരുന്നു ആ തണുപ്പ് സമയത്ത്. ഇപ്പൊ പൂവിട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഉണ്ടാവും എന്താന്നാവും. പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് സൈഡ് കൂടി.
മുളകും കാര്യങ്ങളും. അപ്പൊ ഏതായാലും ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നാളത്തെ നല്ല വിശേഷവുമായിട്ട് വരാം.